നമസ്കാരം സുഹൃത്തുക്കളെ, ബി ഗ്രീൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഇവിടെ ഏറെ റെഡ് അലോവേരയുടെ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലീഫ് വെച്ച് നമുക്കിന്ന് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഈ പ്ലാന്റിൽ നിന്ന് ഒരു ലീഫ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് മുറ്റിയതും നല്ലതുമായ ഒരു ലീഫാണ്. അത് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് ചോര നിറത്തിലുള്ള ലിക്വിഡ് വരുന്നുണ്ട്. അതിൻ്റെ ചോര നിറം പോകാൻ വേണ്ടി നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം. നമ്മൾ മുറിച്ച് വെച്ച റെഡ് അലോവേരയുടെ ലീഫാണിത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിറം ഇതിനകത്തുനിന്ന് വരും. ഇത് അലർജി ഒന്നും ഉണ്ടാക്കുന്നതല്ല, പക്ഷേ ഇത് നമുക്ക് ഇനി നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിനെ പീസായി മുറിക്കുക. എൻ്റെ മുള്ളുരുമി കളയുക. എന്നിട്ട് വെള്ളത്തിലിട്ട് കഴുകി കൊടുക്കുക. ഇതിന് കയ്പോ ഇനുപ്പോ പുളിപ്പോ മറ്റു വിധത്തിലുള്ള അലർജിയുള്ള ഒരു അലോവേര അല്ലത്. ഇത് പ്രത്യേക തരമായിട്ടുള്ള ഒരു അലോവേരയാണ് റെഡ് അലോവേര. എന്നാൽ നമ്മുടെ ധാരാളം ഉള്ളതുകൊണ്ട് ഒരു ഹെൽത്ത് ഡ്രിങ്ക്സ് ഉണ്ടാക്കാമെന്ന് കരുതുന്നേ ഉള്ളൂ. വൃത്തിയായിട്ട് കഴുകുന്നു. നമുക്കിനി ജെല്ല് ഇതിനകത്തുനിന്ന് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്പൂൺ ഉപയോഗിക്കണം. സ്പൂൺ എടുത്ത് ഇതിൻ്റെ മേളത്തെ ഈ ലെയറിൽ നിന്ന് ഈ തൊലിഞ്ഞെടുക്കുക. അപ്പോൾ നല്ല കട്ടിക്കുള്ള ജെല്ല് കിട്ടും. എന്നിട്ടത് ഉരുമിടും. നല്ല ജെല്ലാണ്. വലിയ ലീഫായതുകൊണ്ട് ഏറെ ജെല്ലുണ്ട്. ഇതിന് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു സവിശേഷത. അതായത് നമുക്ക് മൊത്തം ഉരുമെടുക്കാം. ഇത് നമുക്ക് അപ്പോൾ പീസാക്കിയ ലീഫെല്ലാം ജെല്ല് ഉരുമി ഈ പാത്രത്തിൽ വെച്ച് ഇനി നമുക്കതിനെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. ഇനി അതിനകത്ത് ചേർക്കുന്നത് ആദ്യമായിട്ട് ടെർമറിക് പൗഡറാണ്. ഇത് പ്രതിഭ മഞ്ഞളിൻ്റെ ഏറ്റവും കൂടുതൽ കുർക്കുമിൻ കൂടിയ മഞ്ഞളാണ്. അപ്പോൾ അത് ടെർമറിക് പൗഡറിൻ്റെ ഇത്രയൊരു അംശം നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഇനി ചേർക്കാനുള്ളത് അല്പം ജിഞ്ചറാണ്. ജിഞ്ചർ സ്ലൈസ് ആക്കി വെച്ചതാണ് ജിഞ്ചർ. ഇനി അല്പം നമുക്ക് പെപ്പർ പൗഡർ ഇതിനകത്ത് ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1 സ്പൂണ് ഹണിയാണ്. നമുക്ക് 1 സ്പൂൺ ഹണി ഇതിനകത്ത് ഒഴിക്കാം. ഇത് നാടൻ തേനാണ്. 1 സ്പൂൺ ഹണി ഇതിനകത്ത് ചേർക്കാം. ഇനി ലെമണിൻ്റെ ഒരു പീസ് ഒരു അല്പം അതും കൂടി നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഇനി നമുക്കിതിനെ മിക്സിയിൽ വെച്ച് ജ്യൂസാക്കാം. ഇനി നമുക്ക് മിക്സിയിൽ ഇതിനെ അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്ത ജ്യൂസ് ഞങ്ങൾ 3 പേരാണുള്ളത്. ഞങ്ങൾ 3 ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് കുടിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഹെൽത്തി ജ്യൂസ്. വളരെയധികം പ്രയോജനമുള്ള
ഈ റെഡ് അലോവേര ജ്യൂസ് നിങ്ങൾക്കും തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ ഒന്ന് സുജയ്ക്ക് കൊടുക്കാം, ഒന്ന് മോന് കൊടുക്കാം. ഒന്ന് ഞാൻ കുടിക്കാം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹെൽത്തി ജ്യൂസ് നിങ്ങൾ ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം.